പ്രിയ വാർത്തയിലേക്ക്. ബോയിങ് 787 ഡ്രീം ലൈനർ എയർ ഇന്ത്യ വിമാനത്തിലെ സാങ്കേതിക തകരാർ. ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് മൊഡ്യൂൾ കൂടുതൽ പരിശോധനകൾക്കായി ബോയിങ് കമ്പനിക്ക് കൈമാറി. തകരാറിലായ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഉപയോഗിച്ചത് 3440 മണിക്കൂർ മാത്രമാണ്. തടസ്സമില്ലാതെ പ്രവർത്തിക്കുമെന്ന് കമ്പനി പ്രവചിച്ചതിൽ നിന്നും 20% താഴെ മാത്രമാണ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഉപയോഗിച്ചത്. ബോയിങ് 787 വിമാനങ്ങളിൽ പരിശോധന കർശനമാക്കണമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് ആവശ്യമുന്നയിച്ചു. വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പ്രധാനമായും ആവശ്യങ്ങൾ, പരിശോധനകൾ ഏത് തരത്തിലാണ്? സുരേഷ്, AI-132 ലണ്ടനിലെ ഹേത്രൂ വിമാനത്താവളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് ഇന്നലെ പുറപ്പെടേണ്ട എയർ ഇന്ത്യയുടെ 787 ബോയിങ് 787 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെടുന്ന എയർക്രാഫ്റ്റിന് ഇന്നലെ ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തി. അത് ഈ ഫ്യൂവൽ സ്വിച്ചിലുണ്ടായ ഒരു കംപ്ലൈൻ്റ് ആണ് കണ്ടെത്തിയത്. അതായത് റൺ പൊസിഷനിലാകേണ്ട ഫ്യൂവൽ സ്വിച്ച് അത് കട്ട് ഓഫ് പൊസിഷനിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു ഈ സാങ്കേതിക തകരാർ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും പിന്നീട് ഇന്നിപ്പോൾ ഈ സ്വിച്ച് ബോയിങ് ഈ കമ്പനിയുടെ നിർമ്മാതാക്കളായ ബോയിങ്ങിന് തന്നെ അയച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതേ സാങ്കേതിക തകരാർ തന്നെയായിരുന്നു നേരത്തെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം അപകടത്തിൽ പെടാനുണ്ടായ പ്രധാന കാരണം എന്നുള്ളത്. ഏതാണ്ട് 200ഓളം പേരായിരുന്നു അന്ന് മരണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് ഇപ്പോൾ പ്രത്യേകമായി ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡ്രീം ലൈനർ 787 ഡ്രീം ലൈനറുമായി ബന്ധപ്പെട്ട മുഴുവൻ എയർക്രാഫ്റ്റുകളിലും ഈ ഇലക്ട്രിക്കൽ സ്വിച്ച് സംവിധാനങ്ങൾ പരിശോധിക്കണമെന്നുള്ളതാണ് പ്രധാന ആവശ്യം. സുരേഷ്, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.